വചനം മധുമാരിയായി പൊഴിയുന്ന നിമിഷം, ദൈവത്തിൻ വചനം വിരുന്നാകും നിമിഷം. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് ഇന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിച്ച് ഇങ്ങനെ ചിന്തിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മുടെ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിനു മുൻപാകെ വയ്ക്കുന്നതാണ് പ്രാർത്ഥന എന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കഴിയുമ്പോൾ നാം ദൈവത്തെ മറക്കുന്നു. ജീവിതത്തിൽ എല്ലാം നന്നായി നടക്കുമ്പോൾ നാം ദൈവത്തെ തന്നെ ഓർക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കണം. നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ച് എന്തു പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നല്ല ചിന്തകൾ തരും, നമ്മുടെ നാവിനെ ചലിപ്പിക്കും, അഥവാ നമ്മുടെ അധരങ്ങളിൽ നല്ല വാക്കുകൾ തരും. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തണം. അവൻ തന്ന കൃപകൾക്ക് നന്ദി പറയണം. നമ്മുടെ പാപങ്ങൾ അവൻ്റെ മുൻപാകെ ഏറ്റുപറയണം. എന്നിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങൾ അവനോട് പറയേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൽ നാം തനിച്ചല്ല, പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.